ാണ് ഞാൻ വിചാരിച്ചേ യാത്രയുടെ അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ ഈ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോൾ നീ ചാവും, നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു. അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോ പക്ഷെ ഇപ്പൊ അത് നേരം മാറി. നീ നന്നായി ചെയ്തതാണ്, ആദ്യം പോകരുതെന്ന് പറഞ്ഞത്. അങ്ങനെ മലയാളികളുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. ശക്തിയല്ല, ആ ലോലമായ ഏത് മനസ്സിനെയും നമുക്ക് ഒന്നിച്ച് നിന്നാൽ കീഴടക്കാൻ പറ്റും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളെ ബോച്ചയുടെ നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു കേരളത്തിൽ നമുക്ക് നല്ല പ്രചോദനമായിരുന്നു ബോച്ചയുടെ ആ ഒരു പിന്നെ ആ ഒരു പ്രത്യേക ശൈലിയിലുള്ള ആ ഒരു പണം കളക്ട് ചെയ്യലൊക്കെ. അപ്പോൾ അത് ലോകത്ത് ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇതിന് മുന്നേ എത്രയോ മുന്നേ തന്നെ സൗദിയിലൊക്കെ ഒരുപാട് ആളുകൾ അറിയപ്പെടാത്ത, മീഡിയക്ക് മുന്നിലൊന്നും അറിയപ്പെടാത്ത സെലിബ്രിറ്റികൾ പോലും പിന്നെ ഒരുപാട് ക്യാഷ് കളക്ട് ചെയ്യാനും അതിനൊക്കെ മുന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ലോകത്തുള്ള മലയാളികളും അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലം കണ്ടു. 34 കോടി രൂപ. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളായിരുന്നു, എന്നിട്ടും ഇനിയും 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്കൊരു വലിയ സന്തോഷം തന്നെയായിട്ടാണ് നൽകുന്നത്. ഏതായാലും ആ ഉമ്മയുടെ സന്തോഷം ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം ഉമ്മ സന്തോഷിക്കുന്നുണ്ടാവും. അമ്മയുടെ കരച്ചിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്, റഹീമിൻ്റെ ഉമ്മയുടെ കരച്ചിൽ. അപ്പോൾ ഏതായാലും റഹീമിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് നമ്മൾ ഒന്ന് പോയി നോക്കാം. എന്താണ് റഹീമിൻ്റെ ഉമ്മാക്ക് ഈ നിമിഷത്തിൽ നമ്മളോട് പറയാനുള്ളത് നമുക്ക് ഒന്ന് അറിയാൻ എത്ര ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഒന്നിച്ച് നിന്ന് നമ്മളെ ശക്തി നമ്മൾ തെളിയിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരോടും നന്ദി. എൻ്റെ കുട്ടിയോട് കഴിച്ചിലായി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കാണട്ടെ, കാട്ടിത്തരേന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു പറയാനില്ല. എല്ലാവർക്കും നന്ദി, ശുക്ർ തന്നെ. ഇത്ര പെട്ടെന്ന് ഈ തുക കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അൽഹംദുലില്ലാ എല്ലാവരോടും ശുക്ർ ചെയ്യാം. സഹകരിച്ചവർക്കും ശുക്ർ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇത്ര മാത്രം മതി. ഉമ്മ കഴിഞ്ഞ 18 വർഷമായിട്ട് പെരുന്നാൾ പോലും ആഘോഷിക്കാതെ മകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആഘോഷമൊക്കെ ഇപ്പോൾ ഇതിൽ ആഘോഷിക്കാനായി. എൻ്റെ കുട്ടി അവിടുന്ന് കഴിച്ചിലായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് കയറി കാണണം, എന്നാലും സന്തോഷം എല്ലാം പറയാൻ പറ്റുള്ളൂ. എത്തിച്ചു തരട്ടെ അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് മകനോട് പറയാനായിട്ട് കാത്തിരിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെയോ പറയാണ്ടാവില്ലേ, വന്നിട്ട് കണ്ട് അന്നേരം കഴിയുമ്പോഴല്ലേ പറയാനാക്കാൻ അള്ളാഹു എന്നോട് മാർഗം തരട്ടെ. എല്ലാവരോടും നന്ദി. എൻ്റെ കുട്ടി അവിടുന്ന് കഴിച്ചിലായി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കാണട്ടെ, കാട്ടിത്തരേന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു പറയാനില്ല. എല്ലാവർക്കും നന്ദി, ശുക്ർ തന്നെ. ഇത്ര പെട്ടെന്ന് ഈ തുക കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അൽഹംദുലില്ലാ എല്ലാവരോടും ശുക്ർ ചെയ്യാം. സഹകരിച്ചവർക്കും ശുക്ർ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇത്ര മാത്രം മതി. ഉമ്മ കഴിഞ്ഞ 18 വർഷമായിട്ട് പെരുന്നാൾ പോലും ആഘോഷിക്കാതെ മകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആഘോഷമൊക്കെ ഇപ്പോൾ ഇതിൽ ആഘോഷിക്കാനായി. എൻ്റെ കുട്ടി അവിടുന്ന് കഴിച്ചിലായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് കയറി കാണണം, എന്നാലും സന്തോഷം എല്ലാം പറയാൻ പറ്റുള്ളൂ. എത്തിച്ചു തരട്ടെ അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് മകനോട് പറയാനായിട്ട് കാത്തിരിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെയോ പറയാണ്ടാവില്ലേ, വന്നിട്ട് കണ്ട് അന്നേരം കഴിയുമ്പോഴല്ലേ പറയാനാക്കാൻ അള്ളാഹു എന്നോട് മാർഗം തരട്ടെ. ഏതായാലും അതിനിടയ്ക്ക് ഞാനൊരു സ്ത്രീയുടെ കരച്ചിൽ കണ്ടു കേട്ടോ. ഒരു വ്ളോഗറായിട്ടുള്ള സ്ത്രീ, എന്താ സഫ വ്ളോഗാന്ന് തോന്നുന്നു. കാരണം സത്യം പറഞ്ഞാൽ ആ സ്ത്രീയൊക്കെ കരയുന്നത് കണ്ടാൽ അത്രമാത്രം എന്താ പറയുക. കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ കരഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ വീഡിയോയിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഒരു പക്ഷേ റീച്ചിന് വേണ്ടിയായിരിക്കാം, എന്താ ആയിക്കോട്ടെ, പക്ഷേ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള കണ്ണുനീര് നമുക്കത് റീച്ചും രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ കഴിയും കേട്ടോ. അതാണ് യഥാർത്ഥ മനസ്സിൻ്റെത്. അപ്പോൾ ആ ഒരു സ്ത്രീയൊക്കെ കരയുന്നത് കാണാൻ എന്തെന്ന് വെച്ചാൽ ആ സ്ത്രീ മനസ്സ് തട്ടിക്കൊണ്ട് ഓരോ സമയത്തും നമ്മൾ ഒരു ബ്രദറിനെ പോലെ, കാരണം ഓരോരുത്തരും സ്വന്തം സഹോദരനെ പോലെ മുറുകെ പിടിച്ചായിരുന്നു ഇതിനു വേണ്ടി പ്രയത്നിച്ചെന്നുള്ള ഒരു തെളിവും കൂടെയാണ് ഇത് കേട്ടോ. ഹായ്, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ 34 കോടി രൂപ ആയിരിക്കണേണ്. എത്ര അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താലും മതിയാവില്ല. ഇന്ന് വൈകുന്നേരം 4:30 മണിക്കാണ് ഇനി അടുത്ത ഇത് ഓപ്പൺ ആക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. റബ്ബിൻ്റെ അടുത്ത് ഒരുപാട് അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്തായാലും ആ ഉമ്മാക്കും ആ മോനിക്കും തമ്മിൽ കാണാനുള്ള ഭാഗ്യം അള്ള കൊടുത്ത. ഉമ്മാടെ കണ്ണുനീര് റബ്ബ് കാണാതെ പോയില്ല. ഇത്രേ ഉള്ളപ്പോൾ വീഡിയോ. ഇനി എന്താ പറയാ.
യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി ഇതാണ്. അത് ഈ ഒരു ആഴ്ചയിൽ തന്നെ, ഈ ഒരു നിമിഷത്തിൽ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് രംഗമായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്ക് പല നിമിഷത്തിലും മലയാളികൾ, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ബോച്ചയുടെ പ്രചോദനം തെല്ലൊന്നുമല്ല നമ്മളെ കേരളത്തിലുണ്ടാക്കിയ ചലനങ്ങൾ. മാസങ്ങൾക്ക് മുന്നേ തന്നെ ഗൾഫിലൊക്കെ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇതിനു വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യലും ഇതൊക്കെ നിലവിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചത് ബോച്ച എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവർ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊരു നിമിഷത്തിലൊക്കെ ബോച്ച കാണിച്ച് നല്ലൊരു മാതൃകയാണ് കേട്ടോ. ഇത്തരത്തിൽ ബോച്ചയെ പോലുള്ള ആളുകളൊക്കെ മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ മറ്റൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ബോച്ച ചെയ്ത പോലെ തന്നെ മറ്റൊരു സെലിബ്രിറ്റിക്ക് ഇതുപോലെ ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും അവിടെ നോക്കണ്ട. ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുക. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനത മൊത്തം ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ ബോച്ച അതിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് നല്ല ചെയ്താലും ഒരു ചീത്തപ്പേര് വരുമല്ലോ. ഇപ്പൊ തന്നെ ചെറുതായിട്ട്, അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി, അപ്പോഴേക്കും ബോച്ച ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ബക്കറ്റ് പിരിവ് നടത്തി കാശ് കുറെ അടിച്ചു മാറ്റണമെന്ന് വന്നു. അപ്പം തന്നെ ഞങ്ങൾ പിരിവ് നിർത്തി. പിന്നീട് അബ്ദുറഹീമിൻ്റെ സേവ് അബ്ദുറഹീമിൻ്റെ ആപ്പിലേക്കും ഉമ്മാൻ്റെ പാത്തുവിൻ്റെ GPay അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കും എന്ന ദൗത്യമാണ്. ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം. പക്ഷേ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചീത്തപ്പേര് വരണമൊക്കെ അത് പിന്നെ സാറിൽ എന്ത് ചെയ്താലും വരും, കുഴപ്പമില്ല. അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി വരുത്തിയതാണ്. അഡ്വാൻസ് ജാമ്യം എടുത്താണ് വരുന്നതിന് മുമ്പ്. ഏതായാലും ബോച്ചയുടെ അമ്മ അവസാന നിമിഷത്തിൽ ബോച്ചയോട് പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായതാണ്. കാരണം ഈ ഒരു വിജയം കാണുന്ന നിമിഷത്തിൽ ബോച്ചയ്ക്ക് അവസാന നിമിഷത്തിൽ ഒരു ഭയങ്കരമായ ശക്തി നൽകിയത് എനിക്ക് തോന്നുന്നു ബോച്ചയുടെ അമ്മ തന്നെയായിരുന്നു തോന്നുന്നു കേട്ടോ. അമ്മയുടെ അടുത്തുനിന്ന് അവസാനമായിട്ട് ഇതിലേക്ക് വരുന്ന കളക്ഷനൊക്കെ അമ്മയ്ക്ക് കളക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഏതായാലും അമ്മനെ ഫോൺ എടുക്കാതെയൊക്കെ ആയിട്ട് അമ്മ ചീത്ത പറയുന്നൊക്കെ വിചാരിച്ചിട്ട് ബോച്ച മാറി നടക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം പക്ഷേ നമുക്കതൊരു ഇതായിട്ട് തോന്നും. പക്ഷേ ഏതൊരു ഉമ്മയ്ക്കും സ്വന്തം മകന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മമാർക്ക് ഉള്ളിൽ ഇപ്പം ഈ റഹീമിൻ്റെ ഉമ്മയ്ക്കും എൻ്റെ മോന് കുടുങ്ങിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് ആ ഉമ്മയെ സന്തോഷിപ്പിക്കുമ്പോഴേ, നമ്മൾ അവസാനത്തിൽ ഉമ്മയെ എല്ലാവരും കൂടെ സന്തോഷിപ്പിക്കുമ്പോൾ ബോച്ചയുടെ അമ്മ ബോച്ചക്ക് നൽകുന്ന ഒരു ഭയങ്കരമായ പ്രചോദനമായിരുന്നു ബോച്ചക്ക് അവസാനമായിട്ട് നൽകിയത്. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ടോക്കാം. എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്ക് 1 ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത്. കാലം പലതും മാറ്റി മറിക്കും. എനിക്ക് പറയാനുണ്ട്, എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാന്നുള്ള, ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചേ ഈ യാത്രയിടയില് അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ ഈ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോൾ നീ ചാവും, നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു. അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോ ാണ്. പക്ഷെ ഇപ്പൊ അത് നേരം മാറി, നീ നന്നായി ചെയ്തതാണ്, ആദ്യം പോവരുതെന്ന് പറഞ്ഞു. നീ മിന്നാന്ന് പറഞ്ഞേ, ഞാൻ മിന്നാന്ന് 2 മണിക്ക് കരഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു. ഒന്ന്, ഇനി ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി, കാശ് തരാം. ഒരു പറയും പണിക്കാരെ ചേച്ചിയുടെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ മതി, അന്ന് ഞങ്ങക്ക് മുട്ടില്ലാന്ന്. അപ്പൊ ഇത് അല്ല, ഇത് നിങ്ങൾ അനുഭവത്തിൽ കാണാം. എന്തായാലും ഇത് ഭയങ്കര ഒരു അനുഭവമാണ്. ഓക്കെ, ഒരു മോർ കണ്ടുപറ്റില്ല. யார் பெற்ற மகனோ நீ, யார் பெற்ற மகனோ இந்த ஊர் கும்பிடும். ഇത് അമ്മ തരുന്നോണ്ടാണ് ക്യാഷായിട്ട് വാങ്ങണത്. നമ്മള് ക്യാഷായിട്ട് ഒന്നും സ്വീകരിക്കുന്നില്ല. ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് മാത്രമാണ് ക്യാഷായിട്ട് സ്വീകരിച്ചു തുടങ്ങിയത്. പക്ഷെ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് പല സ്ഥലത്തും ബക്കറ്റ് പിരിവ് നടത്തി കാശ് അടിച്ചു മാറ്റണമെന്നുള്ള വിവരം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം തന്നെ പിരിവ് നിർത്തി. ഇപ്പോ അബ്ദുറഹീമിന്റെ ട്രസ്റ്റ് ഫണ്ടിലേക്കാണ്
ജനങ്ങളോട് ഇടാൻ പറയണം. നേരിട്ടിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക്, പിന്നെ അവരുടെ ഉമ്മ പാത്തുമ്മയുടെ ജിപേയിലേക്ക് നേരിട്ട് ഇടാൻ പറയാണ്. ഇതിപ്പോ സ്വന്തം വീട്ടിലായതുകൊണ്ട് ഏതായാലും ഏത് അമ്മമാരും നമുക്ക് നൽകുന്നത് ഒരു വലിയ പ്രചോദനമാണ്. നമ്മൾ ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഒന്നിച്ചിരുന്നാൽ ഒലക്കയിലും കെടുക്കാം എന്നാണ്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം മലയാളികൾ തെളിയിച്ചതാണ്. ഇപ്പോൾ പല പല നിമിഷങ്ങളിലും പല പല സാഹചര്യങ്ങൾക്കും നമുക്ക് അവസരങ്ങൾ കിട്ടുകയാണ്. ആ അവസരങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊറോണ സമയത്തൊക്കെ മലപ്പുറം ജില്ലയിൽ ആ ഒരു വിമാന ആക്സിഡൻ്റ് ഉണ്ടായ സമയത്തൊക്കെ പരസ്പരം ഏറ്റവും വലിയ ഡേഞ്ചർ സോണായിരുന്നു എയർപോർട്ട് ഏരിയ, കാലിക്കറ്റ് എയർപോർട്ട് ഏരിയ, കരിപ്പൂർ എയർപോർട്ട് ഏരിയ. പക്ഷേ എന്നിട്ടും അവർ കാണിച്ച ഒരു ആർജവമുണ്ടല്ലോ, അത് ഭയങ്കര തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓരോ നിമിഷത്തിലും മലയാളികൾ ലോകത്ത് മറ്റുള്ളവർക്ക് ഒരു വലിയ പാഠമാവുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനിയും നമ്മൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഇനിയിപ്പോൾ ആ പണം എന്തായിരിക്കും കൊടുക്കുക, ആരെടുത്ത് കൊടുക്കും, എന്താ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി ഇങ്ങനെ ആകാംക്ഷ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെതായ വഴിക്ക് നടന്നിട്ട് ഏതായാലും റഹീം പുറത്തേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഓക്കെ, ഏതായാലും റഹീമിൻ്റെ ഉമ്മാക്ക് അതൊരു സന്തോഷമായിരുന്നു. നമുക്ക് ഒരുപാട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മലയാളികളൊക്കെ ഇന്നായിരിക്കും ശരിക്ക് ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ച് എല്ലാവർക്കും ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമ്മൾ മതേതരത്വത്തിൻ്റെ ശക്തി സത്യം പറഞ്ഞാൽ നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം സ്വന്തം മതത്തിൽ വിശ്വസിക്കും എന്നുള്ളതാണ് മതേതരത്വം. അതേപോലെ തന്നെ ഇവിടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നമ്മൾ വളരെ സാഹോദര്യ മനസ്സോടുകൂടി, ഒരു ഐക്യത്തോടെ, ഒരു മതേതരത്വ സാഹോദര്യ മൈൻഡോടുകൂടി നമ്മളെല്ലാവരും ഒന്നിച്ച് പണിയെടുത്തു. ആരാണ് നമുക്ക് പണം അയക്കുന്നവർ, അത് ഹിന്ദു ആണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, മറ്റുള്ള പാർസിയാണോ, സിഖാണോ എന്നൊന്നും നമ്മൾ നോക്കിയില്ല. എല്ലാവരും ഒന്നിച്ച് നിന്ന് നമ്മൾ കീഴടക്കി, ഒന്നിച്ച് നിന്ന് 34 കോടി നേടിയെടുത്തപ്പോഴുള്ള സന്തോഷം ആ ഉമ്മക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എ ഗ്രേറ്റ് താങ്ക്സ്.